أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا وقلنا من بعده لبني إسرائيل اسكنوا الأرض فإذا جاء وعد الآخرة جئنا بكم لفيفا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 917 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 103, 104 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا وقلنا من بعده لبني إسرائيل اسكنوا الأرض فإذا جاء وعد الآخرة جئنا بكم لفيفا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 103, 104 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന് 9 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകുകയുണ്ടായ കാര്യമാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് സൂചിപ്പിക്കപ്പെട്ടത്. ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് ഈ 9 ദൃഷ്ടാന്തങ്ങൾ അവയൊക്കെയും തന്നെ അസാധാരണത്വമുള്ള അമാനുഷികത എന്ന് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കയിലെ ആളുകൾ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന തരം അല്ലെങ്കിൽ ആ ഇനത്തിലൊക്കെ പെടുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ. ഈ 9 ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പല ഘട്ടങ്ങളിലായിട്ട് കാണിക്കപ്പെട്ട ഈ ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ഫറോവയെയും അദ്ദേഹത്തിന്റെ ജനതയെയും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അവരതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായത്, മൂസ അലൈഹിസ്സലാം ആഭിചാരക്രിയക്ക് വിധേയനായ ഒരാളാണ്, സിഹിർ ബാധിച്ച ഒരാളാണ്. സിഹിർ കാരണമായിട്ട് അദ്ദേഹത്തിന്റെ മനോനില തെറ്റിയിരിക്കുന്നു, അദ്ദേഹത്തിന് ഭ്രാന്ത് വന്നിരിക്കുന്നു. ആ ഭ്രാന്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഫറോവ മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ദൗത്യ നിർവഹണത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. മൂസ അലൈഹി ഇസ്ലാം അപ്പോ ഫറോവയോട് പറഞ്ഞ കാര്യം, നിനക്ക് നന്നായി അറിയാം, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇവ. ഇത് മറ്റാർക്കും അവതരിപ്പിക്കാൻ സാധ്യമല്ല എന്നത് നിനക്ക് നന്നായി അറിയാം എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ചൂണ്ടിക്കാണിച്ചത്. മാത്രവുമല്ല, നിന്റെ കാര്യത്തില് നാശം അടുത്തെത്തി നിൽക്കുന്നു എന്നുകൂടി മൂസ അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മക്കയിലെ ആളുകൾ ചോദിച്ച വിധത്തിലുള്ള അമാനുഷ്യ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുകയും അത് കാണിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് ആ പ്രവാചകൻ കാണിച്ച സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അവർ സന്നദ്ധരാവുന്നില്ലെങ്കിൽ അവരുടെ മേൽ ദൈവിക നടപടി ഉണ്ടാവും എന്നതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടതിന് ശേഷവും ഫറോവയും കൂട്ടരും മൂസ അലൈഹി ഇസ്ലാമിനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാം ഈ താക്കീത് നൽകുന്നത്. വഇന്നീ ലഅളുന്നുക യാ ഫിർഔനു മസ്ബൂറ, ഫറോവ നീ
നാശമേറ്റുവാങ്ങുന്നവനായി മാറാനിരിക്കുന്നു, അല്ലെങ്കിൽ നാശോന്മുഖനായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം ഫറോവയോട് വ്യക്തിപരമായിട്ട് തന്നെ ഒരു താക്കീതിന്റെ സ്വഭാവത്തിൽ പറയുന്നത്. അതിനെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർദ്. അതിനെ തുടർന്ന് ഫറോവ അവരെയൊക്കെയും തന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചു. അദ്ദേഹം അവരെ നാട്ടിൽ നിന്ന് പറിച്ചെറിഞ്ഞ്, അല്ലെങ്കിൽ അവരെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്വേച്ഛാധിപത്യപരമായ, ഏകാധിപത്യപരമായ നിലപാടിലേക്ക് ഫിറഔൻ മുന്നിട്ട് വരികയാണ്. ഇതാണ് പിന്നീട് ഉണ്ടാവുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനോടുള്ള സംഭാഷണവും ആശയവിനിമയവും സംവാദവും ഒക്കെ ഒരു അന്തിമഘട്ടത്തിൽ എത്തിയതോടുകൂടി പിന്നെ ഫറോവ മൂസ അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തെ പിന്തുണക്കുന്ന ആളുകൾക്കും എതിരിൽ ശക്തമായിട്ട് അവരെ നശിപ്പിച്ചു കളയാനും കൊന്നു തീർക്കാനും, അതല്ലെങ്കിൽ അവരെ നാട്ടിൽ അസ്ഥിരപ്പെടുത്താനോ നാട്ടിൽ നിന്ന് പുറത്താക്കാനോ ഒക്കെ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഇതിനെയാണ്, ഈ ചരിത്രപരമായ സംഭവത്തെയാണ് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർദ്. നാട്ടിൽ നിന്ന് അവരെ പറിച്ചെറിയാനാണ് ഫറോവ അതിനെ തുടർന്ന് ഉദ്ദേശിച്ചത്. ഫറോവ ഇനി മൂസ അലൈഹി ഇസ്ലാമുമായിട്ട് സംവാദത്തിന്റെ ഒരു ഇടം ബാക്കിയില്ലാത്ത ഒരു വഴിമുട്ടലിലാണുള്ളത്. പറയാവുന്ന കാര്യങ്ങളൊക്കെ രണ്ടു കൂട്ടരും വേണ്ട വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും അവസാനത്തെ താക്കീത് നൽകപ്പെടുകയും ചെയ്തതിന് ശേഷവും രണ്ടുപേരും രണ്ട് ക്യാമ്പിലായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. അപ്പോ ഫിറോവൻ പിന്നീട് ചെയ്യാൻ മുതിരുന്നത് ഈ മൂസ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളാൻ സന്നദ്ധരായ ബനു ഇസ്രായേൽ സമൂഹത്തെയും നാട്ടിൽ നിന്ന് പറിച്ചെറിയുക, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ഒരു കാര്യമാണ്. അതാണ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നത്. വളരെ പൗരാണികമായ കാലം മുതൽ തന്നെ ഈ ഒരു പ്രവണത, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, തങ്ങളോട് യോജിക്കാത്ത, തങ്ങള് നിലകൊള്ളുന്ന, തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ആളുകളെ നാട്ടിൽ നിന്ന് പുറത്താക്കുക, അവരുടെ പൗരത്വം എടുത്തു കളയുക, അവരെ അസ്ഥിരപ്പെടുത്തുക, അവരുടെ വാസകേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ വേരുകൾ പിഴുതു കളയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവണത പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. സമൂഹങ്ങൾ പലപ്പോഴും വളരെ അഗ്രസീവായി മാറുന്ന ഘട്ടങ്ങളിലൊക്കെ ഇത്തരം നടപടികളിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നത് ഈ ആയത്ത് നമുക്കൊരു സൂചന നൽകുന്നുണ്ട്. അപ്പോ അറാദ അൻ യസ്തഫിസ്സഹും, യസ്തഫിസ്സഹും എന്ന് പറഞ്ഞാൽ അവരെ അസ്ഥിരപ്പെടുത്തുകയും അവരെ വേര് പിഴുതു കളയുകയും ഒക്കെ ചെയ്യുന്നതാണ് അതിന്റെ ഭാഷാപരമായ സൂചന. യഥാർത്ഥത്തില് നമ്മുടെ രാജ്യത്തും പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരം ഒരു ഭീഷണി നിലനിൽക്കുകയാണ്. സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാരായ പല ഗണ്യമായ വിഭാഗങ്ങളെയും അസ്ഥിരപ്പെടുത്തുന്ന, ഇവിടെ വേരുകളില്ലാത്തവരാക്കി മാറ്റുന്നതിന് വേണ്ടി ഇനി അഥവാ ഇവിടെ തുടർന്നു പോകാൻ പറ്റുകയാണെങ്കിൽ സകലവിധ പൗരാവകാശങ്ങളും നഷ്ടപ്പെട്ട് സമൂഹത്തില് ഒന്നിനും കഴിയാത്തവരും ഒന്നിനും കൊള്ളാത്തവരും ഒക്കെ ആയിട്ട് പുറംപോക്കില് ജീവിക്കുന്നവരായി അവരെ മാറ്റുക എന്നതാണ് പലരും ലക്ഷ്യമിടുന്നത്. പഴയകാലത്ത് ഫറോവയും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഈജിപ്തിലെ പ്രമാണിമാരും ഒക്കെ ലക്ഷ്യമിട്ടതും ബനു ഇസ്രായേൽ സമൂഹത്തിനെ ഈ വിധത്തില് വേരുകളില്ലാത്തവരാക്കി മാറ്റി അവരെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് പിഴുതെറിഞ്ഞ് അവർക്ക് രാഷ്ട്രീയമായ ബാർഗൈനിങ്ങിന് ഒരു നിലക്കും കഴിയാത്ത ഒരു സമൂഹമാക്കി മാറ്റുക എന്നതാണ് അവര് ലക്ഷ്യമിടുകയുണ്ടായിട്ടുള്ളത്. ഈ ഒരു കാര്യം ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർദ്.
മൂസ അലൈഹി ഇസ്ലാമിനെയും കൂട്ടരെയും നാട്ടിൽ നിന്ന് പിഴുതെറിയാനും അവരെ നാട്ടില് സ്ഥിരതയും വേരോട്ടവും ഒന്നും ഉള്ളവരായിട്ട് തുടരാൻ അനുവദിക്കാതിരിക്കാനും ഒക്കെയാണ് അവരുടെ തീരുമാനം. അപ്പോ അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് മറ്റൊരു കാര്യം നടപ്പിലാക്കപ്പെടാൻ പോവുകയാണ്. കാരണം അവരാവശ്യപ്പെട്ട വിധത്തിലുള്ള സകല ദൃഷ്ടാന്തങ്ങളും മൂസ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് തെളിയിക്കുന്നതിന് വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല രണ്ടല്ല 9 ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുന്നിൽ ഒന്നിനു പുറകെ ഒന്നായി കാണിക്കപ്പെട്ടതാണ്. ഈ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തില് മൂസ അലൈഹി ഇസ്ലാമിനെ ഹക്കായിട്ടും അള്ളാഹുവിന്റെ ദൂതനാണ് എന്നങ്ങ് ബോധ്യപ്പെട്ട് കളയാം എന്നുള്ള നിലക്കല്ല ഇത് ചോദിക്കുന്നത്. അത് മനസ്സിലാകാത്തത് കൊണ്ടോ അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ആദർശം സ്വീകരിച്ച് ആ പാതയിൽ സഞ്ചരിക്കാൻ അവർ സന്നദ്ധരല്ല എന്നതാണ് അവരുടെ പ്രശ്നം. ഇവരുടെ ആലോചനയിൽ പോലും മൂസ തങ്ങൾക്ക് മീതെ ഒരു ദൗത്യം നിർവഹിച്ച് തങ്ങളെ നയിക്കുന്നവനാവുക എന്നത് വരുന്നില്ല. മൂസ അലൈഹിസ്ലാമിന് വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിനെ ഇത്തിബാഅ് ചെയ്യുക എന്ന ഒരു നിലപാട് അവർ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഏകദേശം ഇബ്ലീസിനോട് ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെ ഒക്കെ ആയിരിക്കും അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഇബ്ലീസ് കിബ്റ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ അള്ളാഹുവിനോട് പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുകയുണ്ടായത്. സമാനമായൊരു അനുഭവം ഇവിടെ ഫറോവക്കും കൂട്ടർക്കും വരികയാണ്. അവരുടെ കൊട്ടാരത്തില് അവരുടെ പരിചരണത്തിലൊക്കെ വളർന്ന അവരുടെ കാരുണ്യത്താൽ അല്ലെങ്കിൽ അവര് കൃപയും ദയയും ഒക്കെ കാണിച്ചത് കാരണം മാത്രമായി ജീവിക്കാൻ അവസരം കിട്ടിയ ഒരുവൻ, അതും നാട്ടില് ഒരു ദ്രോഹം ചെയ്ത് ഒരു അക്രമം ചെയ്ത് കടന്നു കളഞ്ഞ ഒരാള്, അയാള് തിരികെ വന്നിട്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് അള്ളാഹുവിന്റെ ദൂതനായിട്ട് സമൂഹത്തില് അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് കലിയും പകയും ഒക്കെ ഒരുമിച്ച് വരികയാണ്. അങ്ങനെ ഒരു മൂസായെ അംഗീകരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്ന ഒരു മനോഘടനയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാം വ്യാജനാണ് എന്നത് വരുത്തി തീർക്കലാണ് അവർക്ക് ഏറ്റവും ഏറെ അഭികാമ്യമായി അല്ലെങ്കിൽ അവർ ഏറ്റവും ഏറെ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് അവര് ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് വസ്തുത. പക്ഷെ ദൃഷ്ടാന്തങ്ങള് അവരുടെ ഒരു കേവല അധര വ്യായാമം എന്നുള്ള നിലക്ക് ചോദിച്ചതാണെങ്കിലും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ പലതും കാണിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ കാണിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ നടപടി, ആ സമൂഹം സത്യമാർഗത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവരെ നശിപ്പിച്ചു കളയുക എന്നതാണ്. അവർക്കെതിരിൽ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി നടപ്പിലാക്കുക എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. അതാണ് അള്ളാഹുവിടെ നടപ്പിലാക്കുന്നത്. അതിനെ തുടർന്ന് നാം അവനെയും അവനോടൊപ്പമുള്ളവരെയും ആഴിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അഗ്റഖ്ന എന്ന് പറഞ്ഞാൽ ഒരാളെ നാം വെള്ളത്തിൽ മുക്കി താഴ്ത്തി എന്നാണ് അതിന്റെ പദം സൂചിപ്പിക്കുന്നത്. ഗറഖ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങ എന്നതാണ്. അഗ്റഖ്നാഹു, നാം അവനെ വെള്ളത്തില് ആഴിയില് ആഴ്ത്തിക്കളഞ്ഞു, മുങ്ങി മരിക്കാനിടയാക്കി. വമൻ മഅഹു ജമീഅ, അവനോടൊപ്പമുള്ള എല്ലാവരെയും തന്നെ, അവനോടൊപ്പം നിലകൊള്ളാൻ സന്നദ്ധരായ ആളുകളെയും അവനെയും ഒന്നാകെ നാം സമുദ്രത്തിൽ ആഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ അവര് മുങ്ങി മരിക്കാൻ നാം കാരണമാക്കി. അതിനെ തുടർന്ന് പിന്നെ അവര് ഫറോവയെ പിന്തുണച്ചുകൊണ്ട് നിന്നിരുന്ന ഫിറോവിന്റെ പ്രവൃത്തികളൊന്നും അവിടെ ചിത്രത്തിലില്ലല്ലോ. അതിനെ തുടർന്ന് ബനൂ ഇസ്രായേലിനോട് നാം എന്തു പറഞ്ഞു എന്നാണ് പിന്നീട് അള്ളാഹുവോട് വ്യക്തമാക്കുന്നത്. വഖുൽനാ മിൻ ബഅദിഹി, അവന് ശേഷം അവന്റെ ശല്യം പ്രത്യക്ഷത്തിൽ നിന്ന് നീങ്ങിയതോടെ നാം
പറയുകയുണ്ടായി ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തോടായിട്ട് നാം ഇങ്ങനെ പറഞ്ഞു, ഉസ്കുനുൽ അർള, നിങ്ങൾ നാട്ടിൽ താമസിച്ചു കൊള്ളുക, സമാധാനത്തോടു കൂടി നിങ്ങൾ വസിക്കുക. ഫൈദാ ജാഅ വഅദുൽ ആഖിറ, ആഖിറത്തിന്റെ ആ വഅദ്, ആ വാഗ്ദാനം വന്നു കഴിഞ്ഞാൽ, ജിഅ്നാ ബികും ലഫീഫ, നിങ്ങളെ നാം ഇടകലർന്ന ഒരു വലിയൊരു സമൂഹമായിട്ട് നിങ്ങളെ കൊണ്ടുവരും. ഇതാണ് അള്ളാഹു അവരോട് പറയുന്നത്. ഏറെ അവ്യക്തതകളുള്ള, വ്യാഖ്യാതാക്കൾ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം വിശദീകരിച്ചിട്ടുള്ള ഒരായത്താണ്. യഥാർത്ഥത്തിൽ പഴയ കാലത്ത് അത് വിവരിക്കുക എന്നത് തന്നെ ഇമ്പോസിബിൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ചില സൂചനകൾ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സംഭവിക്കാനുള്ള ചില സംഗതികളുടെ സൂചനകൾ ഖുർആൻ നൽകുന്നത് നമുക്ക് ആ ആയത്തിനെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ കാണാൻ കഴിയും. അള്ളാഹു ബനൂ ഇസ്രായേൽ സമൂഹത്തോട് അവരുടെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഉസ്കുനുൽ അർള, നിങ്ങൾ ഭൂമിയിൽ സമാധാന ചിത്തരായിട്ട് കഴിഞ്ഞുകൊള്ളുക. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ മനഃശാന്തി എന്നാണ് അർത്ഥം. സക്കീനത്തോടു കൂടി നിങ്ങൾ കഴിയുക. താമസിക്കുക എന്നുള്ള പ്രാഥമികമായ അർത്ഥം അതിന് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നിന്നാണ് സെക്കൻ, മസ്കൻ എന്നൊക്കെയുള്ള പദങ്ങളൊക്കെ വരുന്നത്. താമസിക്കാനുള്ള, ശാന്തി അടയാനുള്ള ഇടം, അല്ലെങ്കിൽ വീട്, ഭവനം എന്നൊക്കെയുള്ള അർത്ഥം അതിന് ഉള്ള വാക്കിന് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏത് അർളാണ് ഇവരോട് താമസിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നത് എന്നത് പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഫിറൗനും കൂട്ടരും സമുദ്രത്തില് മുങ്ങി മരിക്കുന്നത് ബനൂ ഇസ്രായേൽ സമൂഹം ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയ ശേഷമാണ്. സിനായ് മരുഭൂമിയുടെ കരയിലേക്ക് അവര് എത്തിപ്പെട്ടപ്പോ, ആ ചെങ്കടലിന്റെ മറ്റേ കരയിലെത്തി അവര് ഫലസ്തീനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പുറപ്പെടുന്ന ആ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തില് ഫറോവയും കൂട്ടരും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തുന്നതും അവര് മുങ്ങി മരിക്കാനിടയാവുന്നതും ഒക്കെ. അവര് ഫറോവ മുങ്ങി മരിച്ചതിന് ശേഷം അവര് ഈജിപ്തിലില്ല. ഈജിപ്തിൽ നിന്ന് അവര് ചെങ്കടൽ കടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അള്ളാഹു അവരോടായിട്ട് പറയുന്നതായി ഇവിടെ സൂചിപ്പിക്കുന്നത്. വഖുൽനാ മിൻ ബഅദിഹി, ഫറോവയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഫറോവ മുങ്ങി മരിച്ചതിന് ശേഷം അയാളോടൊപ്പം നിലക്കൊണ്ട ആളുകൾ ഒക്കെയും തന്നെ കടലിൽ മുങ്ങി മരിച്ച് നശിച്ചു പോയതിന് ശേഷം ബനൂ ഇസ്രായേലിനോട് നാം പറഞ്ഞു. അപ്പോ ബനൂ ഇസ്രായേൽ ചരിത്രപരമായിട്ട് അത് പരിശോധിക്കുമ്പോൾ പിന്നെ ഈജിപ്തിലേക്ക് ഒരു സമൂഹം എന്നുള്ള നിലക്ക് തിരിച്ചു വരുന്നില്ല. അവര് സിനായ് മരുഭൂമിയിലൂടെ അവരുടെ പ്രപിതാക്കന്മാര് ഏത് നാട്ടിൽ നിന്നാണോ വന്നിട്ടുണ്ടായിരുന്നത്, യാക്കൂബ് അലൈഹി ഇസ്ലാമും മകൻ യൂസുഫ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ഒക്കെ ഏതൊരു ഭൂപ്രദേശത്ത് നിന്നാണോ ഈജിപ്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവിടേക്ക് തന്നെ തിരികെ പോവാനുള്ള പ്രയാണത്തിന്റെ തുടക്കത്തിലാണ്. ആ ഘട്ടത്തിൽ അള്ളാഹു അവരോട് പറയുന്നത്, നിങ്ങൾ നാട്ടില് സമാധാന ചിത്തരായിട്ട് കഴിഞ്ഞുകൊള്ളുക എന്നാണ്. അപ്പോ ഫറോവയെയും കൂട്ടരെയും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈജിപ്തിൽ നിങ്ങൾ തുടർന്ന് സമാധാന ചിത്തരായിട്ട് കഴിയുക എന്ന് അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയാണ് അതിനുണ്ടായിരുന്നത്. ഫറോവ ഈ ചെങ്കടൽ കടന്ന് അക്കരെ എത്തുന്നതിന് മുമ്പായിരുന്നു മൂസാ അലൈഹി ഇസ്ലാമിനോടും അനുയായികളോടും ഒക്കെ അള്ളാഹു ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ഈജിപ്തിൽ കഴിയാൻ ഇപ്പോ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികളൊന്നും ഇവിടെ ഇല്ല, അവരെ പിന്തുണച്ച ആളുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, ഇനി നിങ്ങളിവിടെ ശാന്തി സമാധാനത്തോടു കൂടി കഴിഞ്ഞോളൂ എന്ന്
പറയുന്നതായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയല്ല. അത് ബനൂ ഇസ്രായേൽ സമൂഹവും അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമും ഒന്നും ആ നിലക്ക് മനസ്സിലാക്കിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അവര് ചെങ്കടലിൽ തിരികെ ഇങ്ങോട്ട് തന്നെ ഏർ കടന്ന് തിരിച്ചു വന്ന് ഈജിപ്തിൽ തന്നെ താമസിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന അർള് ഒരു വിശാലമായ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധേയമായൊരു സംഗതി, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു ഭൂപ്രദേശം, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ള ആ പ്രദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രി നേരത്ത് യാത്ര ചെയ്യിച്ചു കൊണ്ടുപോയ ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം, ആ പ്രദേശം, അതിനെക്കുറിച്ചാണ് അള്ളാഹു അല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് സൂചിപ്പിക്കുന്നത്. അതിന്റെ ചുറ്റുപാടും അള്ളാഹു അനുഗ്രഹപൂരിതമാക്കിയിരിക്കുന്നു ആ പ്രദേശത്തെ എന്ന് പറയുന്നു. അങ്ങനെ പ്രത്യേകമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശം, അത് വിശുദ്ധ ഖുർആൻ വേറെ പല നിലക്കും അർളുൽ മുഖദ്ദസ എന്നൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട്. അൽ അർളുൽ മുഖദ്ദസ, വിശുദ്ധ ഭൂമി, പാവനമായ വിശുദ്ധമാക്കപ്പെട്ട ഭൂപ്രദേശം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ പലപ്പോഴും ഖുർആനിൽ അൽ അർള് എന്ന പദം സൂചിപ്പിച്ചുകൊണ്ടും പരാമർശിക്കുന്നത് കാണാൻ കഴിയും. പലയിടങ്ങളിലായിട്ട് പല സംഭവങ്ങളും വിവരിക്കുന്നിടത്ത് അത് വരുന്നുണ്ട്. ഞാനതിന്റെ ആയത്തുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അൽ അർള് എന്നത് ഈ വിശുദ്ധ ഭൂപ്രദേശം, ഈ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന, ജെറുസലേം ഉൾക്കൊള്ളുന്ന ആ ഭൂപ്രദേശത്തെയാണ് പരാമർശിക്കുന്നത് എന്ന് വേറെ ചില സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ബനൂ ഇസ്രായേൽ സമൂഹം സമാധാന ചിത്തരായി കഴിയാൻ പറ്റുന്ന വിധത്തില് അൽ അർളുൽ മുഖദ്ദസയിലേക്ക് അപ്പോഴും എത്തുന്നില്ല. 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടി വരുന്നുണ്ട് അവര്. മൂസ അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങള് ഗവനിക്കാതെയും അള്ളാഹുവിന് വിധേയത്വം വേണ്ട വിധത്തിൽ നൽകാതെയും ഒക്കെയുള്ള അനുസരണക്കേട് കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ബനൂ ഇസ്രായേൽ കാഴ്ചവെക്കുന്നത് മരുഭൂമിയിൽ. നമ്മളത് പലപ്പോഴും ഈ ഇതുവരെയുള്ള ഖുർആന്റെ പഠനത്തിൽ നിന്ന് കണ്ടതും മനസ്സിലാക്കിയതും ഒക്കെയാണ്. പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതും അതുപോലെ വിഗ്രഹാരാധനയിലേക്കൊക്കെ പോകുന്നതും നമ്മൾ ഇവരുടെ കാര്യത്തിൽ നേരത്തെ ഖുർആൻ പരാമർശിച്ചത് കണ്ടതാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് ഇവരുടെ ചെങ്കടല് കടന്നു പോയി ഈ ഫലസ്തീൻ ഭൂപ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പുള്ള മൂസ അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുള്ള കാലത്താണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ശംവീൽ പ്രവാചകന്റെ കാലത്താണ് ബനൂ ഇസ്രായേലിന് ഫലസ്തീനിലേക്ക് എത്താനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത്. 40 കൊല്ലം മരുഭൂമിയിൽ അലയേണ്ടി വന്നതിന് ശേഷമാണ് പുതിയൊരു തലമുറ രംഗത്ത് വന്നതിന് ശേഷം അവര് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരും സത്യമാർഗം ഹൃദയ സ്വീകരിക്കാൻ സന്നദ്ധരായ നല്ല മനുഷ്യരായി രംഗത്ത് വന്നപ്പോഴൊക്കെയാണ് ആ സമൂഹത്തിന് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് ഫലസ്തീൻ പ്രദേശത്തേക്ക് പോകാൻ സാധിക്കുകയുണ്ടായത്. അത് സൂചിപ്പിക്കുന്ന വലിയൊരു കാര്യം, ഫലസ്തീൻ എന്ന പ്രദേശം അൽ അർളുൽ മുഖദ്ദസ അള്ളാഹു വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾക്കായി നീക്കിവെച്ച ഒരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്ത് അധികാരം വാഴാനും ആ ഭൂപ്രദേശത്തിന്റെ കൈകാര്യകർത്താക്കളാവാനും ആ ഭൂപ്രദേശത്തിന്റെ അനന്തരാവകാശികളാവാനും ഒക്കെ അർഹതയുള്ളത് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയുന്ന, അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹു പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ശ്രേഷ്ഠമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾക്ക് മാത്രമാണ് അതിനുള്ള അർഹതയുള്ളത്. ആ അർഹത ആയിട്ടില്ലാത്തത് കൊണ്ടാണ് ബനൂ ഇസ്രായേൽ സമൂഹം
ആ തുടക്കഘട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് തുടക്കഘട്ടത്തില് അവിടെ എത്തുന്നത് അള്ളാഹു വിലക്കുകയുണ്ടായത്. എന്നാൽ ഈ സമൂഹം 40 വർഷത്തിനുള്ളിൽ അതിനുള്ള യോഗ്യത നേടിയിട്ട് ആ ഫലസ്തീൻ ഭൂപ്രദേശത്ത് എത്തുന്നത് ചരിത്രപരമായി നമ്മൾ കാണുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുകയുണ്ടായത്. ല തുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈനി വലതഅലുന്ന ഉലൂവൻ കബീറ എന്നൊക്കെ. ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരായി 2 തവണ വലിയ നിഗളിപ്പും വലിയ വമ്പന്മാരും ഒക്കെ ആയിട്ട് നിങ്ങൾ കേമന്മാരായിട്ട് ആ നാട്ടിൽ കലാപം ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. ല തുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ. അവിടെയും അൽ അർള് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അൽ അർളുൽ മുഖദ്ദസയെയാണ് പരാമർശിക്കുന്നത്. നാട്ടില് ഈ വിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ 2 തവണ മഹാകലാപകാരികളും കുഴപ്പകാരികളുമായി മാറും എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോ ഫലസ്തീനിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് അവര് ദുർമാർഗികളും അക്രമികളും ധിക്കാരികളും ഒക്കെയായി മാറിക്കൊണ്ട് 2 തവണ ശ്രദ്ധേയമായ വിധത്തില് കുഴപ്പകാരികളായി മാറും എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ഇവിടെ അള്ളാഹു അതിന്റെ ആ പ്രാരംഭ ദശയെ കുറിച്ചാണ് പറയുന്നത്. സ്കുനുൽ അർള. ഒരു പക്ഷേ ഫലസ്തീനിലേക്കുള്ള ആ പ്രയാണത്തിന്റെ ഭാഗമായിട്ട് അവരെവിടെയൊക്കെയാണോ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ സമാധാന ചിത്തരായി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നൽകപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് ഇതിനെ കാണാം. അതല്ലെങ്കിൽ വിശുദ്ധ ഭൂമിയിലേക്ക് പോയി അവിടെ അതിന്റെ പിന്മുറക്കാരായി അതിന്റെ അനന്തരാവകാശികളായിട്ട് വരാൻ യോഗ്യത നേടിയ ആളുകളായിക്കൊണ്ട് അവിടെ എത്തി സമാധാന ചിത്തരായിട്ട് അവിടെ കഴിയാൻ നൽകപ്പെട്ട നിർദ്ദേശമായിട്ടും കാണാം. രണ്ടിനും സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ സൂചിപ്പിക്കപ്പെടുന്നത് അവരെവിടെയാണോ ഈ ഫറോവയുടെയും കൂട്ടരുടെയും ആക്രമത്തിൽ നിന്നും കിരാത മർദ്ദനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്നു പോയിട്ട് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ സമാധാന ചിത്തരായി സക്കീനത്തോടു കൂടി കഴിയുന്നവരായി മാറുക എന്ന നിർദ്ദേശം ആയിട്ട് കാണാം. അതല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവര് ആ നാട് ഏറ്റവും നല്ല ഒരു ഭൂപ്രദേശമായി സമാധാനം ലോകത്തിന് തന്നെ കാഴ്ചവെക്കുന്ന ഒരു സമൂഹമായി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറാൻ ഉള്ള നിർദ്ദേശമായിട്ടും ഇതിനെ കാണാം. ഇതിൽ രണ്ടാമത്തേതിനാണ് ഞാൻ കൂടുതൽ സാധ്യത കാണുന്നത്. എന്തായാലും ആ ഒരു സന്ദർഭത്തില് അള്ളാഹു അവരോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഫൈദാ ജാഅ വഅദുൽ ആഖിറ. നമ്മുടെ ആഖിറത്തിന്റെ വാഗ്ദാനം പുലരുന്ന ഘട്ടം എത്തിയാൽ പല മുഫസ്സിറുകളും ഇതിനെ പാരത്രിക ജീവിതം യാഥാർത്ഥ്യമായി മാറുന്ന ഘട്ടം എത്തിയാൽ എന്ന അർത്ഥത്തിലാണ് വിശദീകരിച്ച് കാണുന്നത്. ചരിത്രപരമായി സംഭവിക്കാനുള്ള പല കാര്യങ്ങളെയും കുറിച്ചുള്ള ആ ഘട്ടത്തിലെ അജ്ഞത കാരണമായിട്ട് മാത്രമായിരിക്കണം അങ്ങനെ ഒരു വിശദീകരണം നൽകാൻ മുഫസ്സിറുകൾ മുതിർന്നിട്ടുണ്ടാവുക. പക്ഷെ ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള വേറെ ഒരു സൂചന ഈ സൂറത്തിന്റെ തന്നെ തുടക്കത്തില് നമ്മൾ കണ്ട ഈ 7ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഫൈദാ ജാഅ വഅദുൽ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സൂചനയുണ്ട്. അത് 2 തവണ അവര് വിശുദ്ധ ഭൂമിയിൽ കുഴപ്പകാരികളായി മാറുകയും അഹങ്കാരികളായിട്ട് നിഗളിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചതിന്റെ ആദ്യത്തെ സംഭവം ഉണ്ടായാൽ അതിലെ ഊലാഹുമ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറയുന്നുണ്ട്. ഫൈദാ ജാഅ വഅദു ഊലാഹുമ. അതിൽ ആദ്യത്തെ സംഭവിച്ചാൽ ബഅസ്നാ അലൈക്കും ഇബാദൻ ലന. അതിൽ ആദ്യത്തെ അവരുടെ ഫസാദിന്റെ ആദ്യത്തെ ഘട്ടം സംജാതമായി കഴിഞ്ഞാൽ അവർക്കെതിരിൽ നാം അതിശക്തന്മാരായ ഒരു സമൂഹത്തെ തിരിച്ചുവിടും അല്ലെങ്കിൽ കൊണ്ടുവരും എന്നൊക്കെയാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് തുടർന്നുള്ള 7ാമത്തെ ആയത്തിൽ ഫൈദാ ജാഅ വഅദുൽ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഫസാദ് ചെയ്യുന്നവരായിട്ട് വലിയ കലാപകാരികളായിട്ട് നിങ്ങൾ
മാറുമ്പോ വലിയ കുഴപ്പക്കാരായിട്ട് നിങ്ങൾ മാറുന്ന രണ്ടാമത്തെ ഘട്ടത്തില് 2 തവണ അവർ വലിയ ഫസാദിന്റെ ആളുകളായി മാറും എന്ന് പറഞ്ഞതാണല്ലോ. അതിൽ രണ്ടാമത്തെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൈദാ ജാഅ വഅദുൽ ആഖിറ ലിയസൂഉ വുജൂഹക്കും, അവരുടെ മുഖങ്ങളൊക്കെ കരിവാളിച്ചതായിട്ട് മാറുകയും വലിയ ദഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ, ആ മസ്ജിദിൽ അവര് നേരത്തെ പ്രവേശിച്ചിരുന്ന വിധത്തിൽ അവര് പ്രവേശിക്കുകയും അവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നവരായി മാറുന്ന ഒരു സംഗതി രണ്ടാമത്തെ ഘട്ടത്തില് അവര് ഫസാദുകാരായി മാറുമ്പോൾ ഉണ്ടാകും എന്നൊരു കാര്യം അല്ലാഹു അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ 2 ഘട്ടങ്ങളിലുള്ള ബനൂ ഇസ്രായേൽ സമൂഹം ഫസാദ് ചെയ്യുന്ന കാര്യങ്ങള് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ വഅദുൽ ആഖിറ എന്ന് പറയുന്നത് പാരത്രിക ജീവിതവുമായി ബന്ധമുള്ള ഒരു കാര്യമല്ല, മറിച്ച് ബനൂ ഇസ്രായേൽ സമൂഹം ഫസാദുകാരായി മാറിയപ്പോ രണ്ടാമത്തെ തവണ ഫസാദുകാരായി മാറുന്നതിനെ കുറിച്ച് അള്ളാഹു നൽകിയ താക്കീത്, അതിനെയാണ് അള്ളാഹു അവിടെ പരാമർശിക്കുന്നത്. അതേ കാര്യം തന്നെ ആവാനാണ് വലിയ സാധ്യതയായിട്ട് ഈ ആയത്തില്, ഈ 104-ാമത്തെ ആയത്തിലുള്ള പരാമർശം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. പല മുഫസ്സിറുകളും അത് പാരത്രിക ലോകത്ത് അവരെ അള്ളാഹു വലിയ ഒരു ജനസഞ്ചയമായിട്ട് ഹാജരാക്കും എന്നാണ് പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നത്. എങ്കിലും ഈ സൂറത്ത് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ കോമ്പാക്റ്റ് ആയ, വളരെ സ്ട്രക്ചറലി വളരെ ഇഴയടുപ്പമുള്ള ഒരു ഘടനയുള്ള ഒരു സൂറത്താണ്. തുടക്കത്തിൽ അതില് മസ്ജിദുൽ അഖ്സായെ പരാമർശിക്കുന്നുണ്ട്. തൊട്ടുടനെ ബനൂ ഇസ്രായേലിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഈ അവസാനത്തിലേക്ക്, സൂറത്തിന്റെ അവസാനത്തില് വീണ്ടും മൂസ അലൈഹി ഇസ്ലാമിനെയും ബനൂ ഇസ്രായേൽ സമൂഹത്തെയൊക്കെ പരാമർശിച്ചിട്ട് അവര് ചെങ്കടല് കടന്നു പോയതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ അവരോട് പറഞ്ഞൊരു കാര്യം അള്ളാഹു പറയുകയാണല്ലോ. അപ്പൊ നിങ്ങള് സമാധാന ചിത്തരായിട്ട് ഈ വിശുദ്ധ ഭൂമിയുടെ പിൻഗാമികളായിട്ട് നിലകൊള്ളുക. ഫൈദാ ജാഅ വഅദുൽ ആഖിറത്തി, ഈ രണ്ടാമത്തെ കാര്യം സംഭവിക്കുമ്പോ, പ്രവചിക്കപ്പെട്ട അള്ളാഹു താക്കീത് നൽകിയിട്ടുള്ള ഈ രണ്ടാമത്തെ കാര്യം സംജാതമാവുമ്പോ ജിഇനാ ബിക്കും ലഫീഫ, നിങ്ങളെ നാം പിന്നെ അതിനെ തുടർന്ന് ലഫീഫായിട്ട് കൊണ്ടുവരും എന്നാണ് അള്ളാഹു പറയുന്നത്. ലഫീഫ് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ ഒരു കാഴ്ചയെയാണ് ലഫീഫ് എന്ന അറബിയിൽ പറയുന്നത്. സമൂഹങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ വ്യത്യസ്ത പ്രത്യേകതകളുള്ള വ്യത്യസ്ത തരം ആളുകള് ഇടകലർന്ന് ധാരാളമായിട്ട് ഒരുമിച്ചങ്ങ് വരുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക. ആളുകളുടെ ആധിക്യമാണ് ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം വൈവിധ്യമാണ്. ആധിക്യവും വൈവിധ്യവും കൊണ്ട് ശ്രദ്ധേയമായ ഒരു സമൂഹമായിട്ട് നാം അവരെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ജിഇനാ ബിക്കും ലഫീഫ, നിങ്ങളെ നാം ലഫീഫായിട്ട് ഇടകലർന്ന ധാരാളം ആളുകളുള്ള ഒരു സമൂഹമായിട്ട് തിരിച്ചു കൊണ്ടുവരും. വലിയൊരു സൂചനയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹം ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ആ നാട്ടിൽ നിന്ന്, വിശുദ്ധ ഭൂമിയിൽ നിന്ന് വലിയ തോതില് പുറത്താക്കപ്പെട്ടതാണ്. ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം ഉണ്ടായ ഒരു സൈനിക നടപടിയെ തുടർന്ന് ആ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടതാണ്. 2000 വർഷമായിട്ട് യഹൂദര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് അലഞ്ഞു തിരിയുന്നവരായിട്ടും പല സമൂഹങ്ങളില് പല ഭാഷയും സംസ്കാരവും ഒക്കെ ഉള്ളവരായിട്ടും ഒക്കെ ആണ് അവരുണ്ടായിരുന്നത്. അവരൊരൊറ്റ സമൂഹം എന്നുള്ള സ്വഭാവത്തിലല്ല ഉള്ളത്. പിന്നെ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരും അതുപോലെ ഇന്ത്യ പോലെയുള്ള നാടുകളില്, റഷ്യ പോലെയുള്ള നാടുകളിലൊക്കെ തദ്ദേശീയമായ ഭാഷയും സംസ്കാരവും ഒക്കെ ഉള്ള ആളുകളായി വളരെ വ്യത്യസ്തമായ
സ്വഭാവ ഗുണങ്ങളുള്ള സമൂഹങ്ങളായിട്ട് അവർ മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ആ ഒരു സ്വഭാവത്തോടു കൂടി അവരെ മേളിപ്പിക്കും എന്ന ഒരു കാര്യം അല്ലാഹു ഇതില് സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു ഈ ആയത്തിന്റെ ഈ പ്രയോഗത്തിന്റെ ഒരു സൂചനയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറൊരിടത്ത് നേരത്തെ നമ്മൾ വായിച്ച ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ അക്സർ നഫീർ ആക്കും എന്ന് പറയുന്നു. അവിടെ നഫീർ എന്ന് പറഞ്ഞാല് ആളുകളുടെ ആധിക്യമാണ് സൂചിപ്പിക്കുന്നത്. ധാരാളം ആളുകളായിട്ട് പെരുകിയ ഒരവസ്ഥ. ഇവിടെ ലഫീഫാണ് പറയുന്നത്. ലഫീഫ് വൈവിധ്യമാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. അപ്പോ ബനു ഇസ്രായേൽ സമൂഹം യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്തതികളുടെ പരമ്പരയാണ്. അവര് 12 ഗോത്രങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു സമൂഹം അങ്ങനെ ഈ 12 ഗോത്രങ്ങൾ ചേർന്ന ഒരൊറ്റ വാപ്പാന്റെ സന്തതികളാണ് ഈ ബനു ഇസ്രായേൽ സമൂഹമായിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ 2000 വർഷം മുമ്പ് ലോകത്ത് എമ്പാടുമായിട്ട് യഹൂദ സമൂഹം സ്കാറ്റേഡ് ആയപ്പോ അവർ ഓരോ പ്രദേശങ്ങളിലും ആ പ്രാദേശികമായ സംസ്കാരവും ഭാഷയും ഒക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായി മാറുകയും അതുപോലെ ജീവശാസ്ത്രപരമായ പല പരിവർത്തനങ്ങൾക്കും അവര് വിധേയമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രക്രിയ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബയോളജിക്കൽ മ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസം. അതായത് ദീർഘകാലം ചില ഭൂപ്രദേശങ്ങളിൽ ജീവിച്ചാൽ ആ നാട്ടിലെ ആ ഭൂപ്രദേശത്തിലെ ആളുകളുടെ തൊലിവർണ്ണവും ശരീരഘടനയും പ്രത്യേകതകളും ഒക്കെ ആയി മാറുന്ന അതൊരു കാലം എടുത്തുകൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റമാണ്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് ഈ സമൂഹം വിധേയമായിട്ടുള്ള അത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഇസ്രായേലില് ഒത്തുകൂടിയിട്ടുള്ള യഹൂദര് എല്ലാവരും തന്നെ ജീവശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആകാരപരമായിട്ടോ ഒരേ രൂപത്തിലൊന്നുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള പ്രത്യേകതകളുള്ള ആളുകളായിട്ടല്ല നമുക്ക് കാണാൻ കഴിയും. ഏഷ്യൻ വർഗക്കാരുണ്ട്, ആഫ്രിക്കൻ സമൂഹങ്ങളിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ വിദൂരമായ റഷ്യയുടെ ഒക്കെ പ്രദേശങ്ങളിൽ നിന്ന് വന്നവര്, ജർമ്മനി പോലെയുള്ള ഇടങ്ങളിൽ നിന്ന്, യൂറോപ്പിന്റെ വേറെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ളവര്, ഇതൊക്കെ എല്ലാവരും ഒരേ ആകാരമോ അല്ലെങ്കിൽ ശരീരപരമായ പ്രത്യേകതകളോ ഒന്നുള്ളവരായിട്ടല്ല കാണപ്പെടുന്നത്. എന്നാലും ഈ വിധത്തില് വളരെ വൈവിധ്യമുള്ള അതുപോലെ വിഭിന്നതകളുള്ള ജനസംഖ്യയിൽ വളരെയേറെ ആധിക്യമുള്ള ഒരു സമൂഹമായിട്ട് നാം അവരെ കൊണ്ടുവരും, അല്ലെ നാം നിങ്ങളെ കൊണ്ടുവരും എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. ഇത് ആഖിറത്തിൽ തന്നെ ആവണം, പാരത്രിക ലോകത്ത് അവരെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സംഗതി തന്നെ ആവണം എന്നില്ല എന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അള്ളാഹു ആലം. ഇത് ചില കാര്യങ്ങള്, അള്ളാഹുവിന്റെ പ്രവചനങ്ങള്, വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകള്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ വേണ്ട ചരിത്രപരമായ പല സംഭവ വികാസങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ള ഏറെ തശാബുഹിന്റെ സ്വഭാവമുള്ള മുത്തശാബിഹത്ത് എന്ന് തന്നെ കാണാവുന്ന വിധത്തിലുള്ള പല ആയത്തുകളും ഈ കാലഘട്ടത്തിൽ കൂടുതൽ വ്യക്തതയും തെളിമയുമുള്ള വിധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിലെ 103, 104 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.